ഡിയർ ഫ്രണ്ട്സ്, നമ്മളിൽ പലരും നല്ല പെർഫോമേഴ്സ് ആണ്, കഴിവുള്ള എക്സിക്യൂട്ടീവ്സ് ആണ്, നന്നായി പണിയെടുക്കുന്നവരാണ്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. നമുക്ക് ഏറ്റവും നന്നായി പണിയെടുക്കാൻ പറ്റുന്ന നല്ല ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ടൈം നമുക്ക് പലപ്പോഴും നഷ്ടപ്പെടുന്നു. എന്താ കാര്യം? രാവിലെ തന്നെ ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ്. നല്ല രസമാണ് ഇത് കേൾക്കാൻ. പലർക്കും, ചില ആളുകൾക്ക് മോഷൻ ഉണ്ടാവാത്തതിൻ്റെ പേരിൽ കാത്തു കെട്ടി കിടക്കും വീട്ടിൽ നിന്ന് ഇറങ്ങാതെ. അതെ, ചില ആളുകൾക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് 1-2 തവണ വീണ്ടും ടോയ്ലറ്റ് പോകണം. അതും സമയം വൈകുന്നതിൻ്റെ ഒരു വലിയ കാരണം. മറ്റു ചില ആളുകളുടെ രസം ടെലിവിഷന്റെ മുമ്പിൽ ഇരുന്നാൽ എഴുന്നേക്കാൻ മറന്നു പോവുക, പത്രം എടുത്ത് കുടുങ്ങി പോവുക, വാട്സാപ്പിലോ സോഷ്യൽ മീഡിയയിലോ ചെന്ന് തലയിട്ടാൽ പിന്നെ തല പൊക്കാൻ കഴിയാതെ വരിക. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ രാവിലത്തെ സമയത്തെ കൊല്ലുന്ന, നമ്മുടെ പെർഫോമൻസിനെയും നമ്മുടെ ആ ഒരു നല്ല ടൈമിനെയും നമുക്ക് നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് ആളുകളുടെ കഥകൾ വർക്ക്ഷോപ്പിൽ ട്രെയിനിങ്ങിലൊക്കെ പറയാറുണ്ട്. ചിരിച്ച് മണ്ണ് കപ്പുന്ന പല രസകരമായ അനുഭവങ്ങൾ അതിൽ പറയാറുണ്ട്. എല്ലാം ഇവിടെ പറയാൻ പറ്റില്ല. പക്ഷേ ഇത് കേൾക്കുന്ന നമുക്കൊക്കെ അറിയാം, നമുക്ക് ഓരോരുത്തർക്കും ഉള്ള രാവിലത്തെ ആ മോർണിംഗ് സ്റ്റാർട്ടിങ് ട്രബിൾ. ഒരു വണ്ടി രാവിലെ ചൂടാക്കി എടുക്കുന്ന കഥകള് ഇപ്പോൾ ഉയരമുള്ള വയനാടിലോ ഇടുക്കിയിലോ ഒക്കെ പോയാൽ വണ്ടി നിർത്തിയിട്ട് രാവിലെ ചൂടാക്കി എടുക്കാനുള്ള പെടാപ്പാട് നമുക്കറിയാലോ. ഇപ്പൊ തന്നെ -2 ഡിഗ്രി ഒക്കെയാണ് മൂന്നാറിൽ. അവിടെ വണ്ടി കുടുങ്ങിയാൽ, ഡീസൽ വണ്ടിയൊക്കെ ആണെങ്കിൽ താഴെ ചൂട് പിടിപ്പിച്ചിട്ട് ആ ഹീറ്റപ്പ് ചെയ്തിട്ട് എഞ്ചിൻ ചൂടാക്കി എടുക്കണം. ഇതുപോലെ ചില ആളുകളുണ്ട്. അവര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, തലേന്ന് രാത്രി എന്താണ് നമ്മൾ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് രാവിലത്തെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും, എല്ലാ തുടക്കവും, അല്ലാതെ എല്ലാ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒക്കെ വരുന്നത്. മുമ്പുള്ള ആളുകളൊക്കെ രാത്രിയിൽ എക്സിക്യൂട്ടീവ് ഡിന്നർ എന്ന് പറയുന്ന ഹൈ ഫാറ്റി ഫുഡിന് പകരം അന്ന് നമ്മുടെ പഴയ ആളുകൾ, പഴയ തലമുറ കഞ്ഞിയും ചെറുപയറും ഒക്കെ കഴിച്ചിരുന്നു. ഇന്ന് അത് കഴിക്കണമെന്നല്ല. പക്ഷെ നമ്മൾ ആലോചിക്കണം, ഒത്തിരി ഹാർഡായിട്ടുള്ള ഫുഡ്, ഹെവി ഫാറ്റി എക്സിക്യൂട്ടീവ് ഡിന്നറൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്നത് നമ്മൾ ചത്തും മലച്ചങ്ങ് ഉറങ്ങിപ്പോകും. അത് ബോധം കെട്ടുള്ള ഒരു ഉറക്കാണ്. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ തലയ്ക്ക് ഭാരാണ്, ഭ്രാന്ത് പിടിക്കും, ചിലപ്പോൾ ദേഷ്യം വരും, ചിലപ്പോൾ ഉറക്കം തികഞ്ഞിട്ടില്ല, കണ്ണിന് വേദന, മൈഗ്രെയിൻ, തലവേദന, മോഷൻ ഇല്ലാത്ത അവസ്ഥ, ആകപ്പാടെ എന്തൊക്കെയോ ഒരു ട്രബിൾ. ഈ ട്രബിളിൽ നിന്ന് രക്ഷപ്പെടാനാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് തലേ ദിവസം, പിറ്റേ ദിവസം ചെയ്യേണ്ട ടു ഡു ലിസ്റ്റ്, ചെയ്യാൻ പാടില്ലാത്തതുമാണ് ചില ആളുകളുടെ കാര്യത്തിൽ. കാരണം എന്താ പറയുക, അവർ ചെയ്യാനുള്ളതൊക്കെ ലിസ്റ്റ് ആക്കിയാലും ചെയ്യാൻ പാടില്ലാത്തതിൽ പോയി കുടുങ്ങും. അപ്പോൾ ഡോണ്ട് ഡു ലിസ്റ്റ് വരെ ചില ആളുകളുടെ കാര്യത്തിൽ വേണ്ടി വരുന്നു. മാത്രമല്ല, ഷൂ പോളിഷ് ചെയ്യാനും അയണിങ്, പ്രസ്സിങ് ഒക്കെ തലേന്ന് ഉറങ്ങുന്നതിന് മുമ്പേ നടത്തണം. മാത്രമല്ല, രാവിലെ തെരച്ചിലിൻ്റെ ഒരു ബഹളമുള്ള ചില ആളുകളുണ്ട്. സമയം അവിടെ പോകും, ബസ് പോകും, അങ്ങനെ ട്രെയിൻ നഷ്ടപ്പെടും, അങ്ങനെ റോഡിൽ ദുരിതം, ആക്സിഡന്റ്, പ്രശ്നങ്ങൾ, ലേറ്റായിട്ട് ഓഫീസിലെത്തുന്നു, ഇങ്ങനെ പറഞ്ഞ ഒരുപാട് വിഷയങ്ങളിൽ ചോദ്യങ്ങൾ വരാറുണ്ട് വർക്ക്ഷോപ്പിലൊക്കെ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ പേഴ്സ്, മൊബൈല്, കീ, അതുപോലെ ബാഗ്, അതിൽ വെക്കേണ്ട രേഖകൾ, ഇതെല്ലാം ഉറങ്ങുന്നതിന് മുമ്പേ ശരിപ്പെടുത്തി തയ്യാറാക്കി വെക്കണം. അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മുടെ സബ് കോൺഷ്യസ്, ഉറങ്ങുമ്പോൾ ആ സമയത്ത് വർക്ക് ചെയ്യുന്ന നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ടല്ലോ, അത് നമ്മുടെ പിറ്റേന്നത്തെ പെർഫോമൻസിന് വേണ്ടി നമ്മെ തയ്യാറാക്കി നിർത്തും, ഒരുക്കും. രാവിലെ ആ സമയത്ത് അലാം അടിക്കാതെ തന്നെ നമ്മൾ ഉണർത്തുകയും ചെയ്യും. മോർണിംഗ് തന്നെ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, പ്രത്യേകമായി ചെയ്യേണ്ട കാര്യങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അരോമാറ്റിക് തെറാപ്പി എന്ന് പറയും. ഒരു ചന്ദനത്തിരി കത്തിച്ചു വെക്കുന്ന ശീലം ഉണ്ടായിരുന്നു പഴമക്കാർക്ക്. ഇത് വലിയൊരു സംഭവമാണ്. പഠിക്കുന്ന വിദ്യാർത്ഥികളാവട്ടെ, ഉണരുന്ന എക്സിക്യൂട്ടീവ്സ് ആവട്ടെ, ജീവിക്കാൻ പോകുന്ന ഏത് മനുഷ്യനാവട്ടെ, അവന്റെ നാസാരന്ധങ്ങളിലേക്ക് ഒരു സുഗന്ധ പ്രവാഹം വരുമ്പോൾ ഉണ്ടല്ലോ, അവനങ്ങ് അലേർട്ടാവും. മനസ്സും ബ്രെയിനും ഒക്കെ ഉണർന്ന് ഒരു ഉന്മേഷത്തിലേക്കാണ് അവന്റെ ഉണർവ് വരുന്നത്. ഇത് ഏറ്റവും പ്രധാനമാണ്. പിന്നെ ചെയ്യേണ്ടത് വെള്ളം കുടിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. ജപ്പാനികളൊക്കെ 1 ലിറ്റർ വെള്ളം കുടിക്കും. നമ്മൾ എത്ര വെള്ളം കുടിക്കും? നമ്മൾ കട്ടൻ ചായ, കട്ടയും കാപ്പിയാണ് കുടിക്കുക. ശുദ്ധ വെള്ളം കുടിക്കുക. പിന്നെ വേണ്ടത് എന്താ? ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും റീഡിങ് മെറ്റീരിയൽസ്, നല്ല പുസ്തകം വായിക്കുക. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നമ്മുടെ ഇന്ധനം, ജീവിക്കാനുള്ള, മുന്നോട്ട് പോകേണ്ട വാഹനത്തിന്റെ ഇന്ധനം പോലെയുള്ള നമ്മുടെ ആ റീഡിങ്ങിൽ നിന്ന് കിട്ടുന്ന ഇൻസ്പിറേഷൻ നമ്മുടെ ഇന്ധനം നിറയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് മെഡിറ്റേഷൻ ഓർ പ്രെയർ. പ്രാർത്ഥനകളും ധ്യാനങ്ങളും കൃത്യമായി നിർവഹിക്കുക. പിന്നെ വേണ്ടത് കൃത്യമായിട്ട് 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെയുള്ള എക്സസൈസ് ആണ്. അത് ഹാർഡ് എക്സസൈസ് ചെയ്യണമെന്നില്ല, എക്സിലറേറ്റിംഗ് എക്സസൈസ്, വിയർക്കാൻ പറ്റുന്ന, യോഗ പോലെയോ അല്ലാത്തതോ ആയിട്ടുള്ള ഏറ്റവും രസകരമായി എൻജോയ് ചെയ്യുന്ന എക്സസൈസ് ദിവസവും ദിനചര്യ പോലെ നമ്മൾ നടത്തണം. അത് കഴിഞ്ഞാൽ നമുക്കറിയാം, കുളിച്ച് ഡ്രസ് ചെയ്ത് ആ ഒരു എക്സിക്യൂഷന്, നമ്മുടെ രംഗത്തേക്ക് ഇറങ്ങാനുള്ള ആ പുറപ്പാറ്, ആ ഒരു യുദ്ധമുന്നണിയിലേക്ക് ഇറങ്ങുന്ന ആ ഒരു മിലിറ്ററി ആക്ഷൻ നടത്തുന്ന പട്ടാളക്കാരനെ പോലെ
ആ ഒരുക്കപ്പാട് അതോടുകൂടി പൂർത്തിയാവുകയാണ്. പിന്നെ വേണ്ടത് ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പലപ്പോഴും നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന, നഷ്ടപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിന്റെ തുടക്കത്തിൽ ആ സുപ്രഭാതത്തിൽ കിട്ടേണ്ട എനർജി. നമ്മുടെ തലച്ചോറിന് ഗ്ലൂക്കോസ് വേണം, വെള്ളം വേണം, അതുപോലെ തന്നെ അതിന്റെ ഓക്സിജൻ വേണം. ഇതെല്ലാം കൂടി ചേർന്നാലേ നമുക്ക് ആ ദിവസത്തെ പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളുടെ ശ്രദ്ധ, പ്രത്യേകിച്ച് ബ്രഹ്മമുഹൂർത്തം എന്ന് വേദങ്ങൾ പറയുന്ന, പുലർകാല വേള എന്ന് ബൈബിൾ പറയുന്ന, തഹജ്ജുദ് എന്ന് ഖുർആൻ പറയുന്ന, പ്ലാറ്റിനം ടൈം എന്ന് മൈൻഡ്യൂന്റെ വർക്ക്ഷോപ്പിൽ പറയുന്ന ആ ഒരു സമയം വീണ്ടെടുക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല എങ്കിൽ നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുക. ഏർലി ടു ബെഡ് ഏർലി ടു റൈസ് മേക്സ് എ മാൻ ഹെൽത്തി വെൽത്തി ആൻഡ് വൈസ് എന്ന് പറഞ്ഞ പോലെ ആ രംഗത്തേക്ക് 6 മുതൽ 8 വരെ മണിക്കൂർ ഉറങ്ങാം. അത് 7 ആവാം ചിലർക്ക്. അത് നമ്മൾ നിജപ്പെടുത്തി നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് അനുസരിച്ച് നമ്മൾ ചിട്ടപ്പെടുത്തി എടുത്താൽ മാത്രമേ മോർണിംഗിലുള്ള ഈ സ്റ്റാർട്ടിംഗ് ട്രബിൾ തീർത്ത് നമുക്ക് ഏറ്റവും നല്ല പെർഫോമൻസ് 10 മണി 12 മണിക്കുള്ളിൽ കാഴ്ചവെച്ച് ഉച്ചയ്ക്ക് ശേഷം റിലാക്സ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഒരു റിലാക്സേഷൻ ഉള്ള ദിവസവും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഔട്ട്കം റിസൾട്ടും വരുന്ന ദിവസവും നിങ്ങൾക്ക് നേരുന്നു. വീണ്ടും കാണാം, നമുക്ക് കേൾക്കാം.